ട്രേഡേഴ്സ് കൾച്ചറൽ ഫോറം കളമശ്ശേരി നിയോജക മണ്ഡലം ഉദ്ഘാടനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റുകളുടെ സഹകരണത്തോടെ രൂപം കൊള്ളുന്ന ഒരു സാംസ്കാരിക വേദിയാണ് ട്രേഡേഴ്സ് കൾച്ചറൽ ഫോറം. മണ്ഡലാതിർത്തിയിലെ വ്യാപാരികളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതോടൊപ്പം ഒരു കലാ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തിൽ രൂപീകൃതമാകുന്ന കൾച്ചറൽ ഫോറത്തിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് മണ്ഡലത്തിലെ ഏകോപന സമിതി അംഗങ്ങളുടെ മക്കൾക്കായുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കളമശ്ശേരി HMT ജംഗ്ഷൻ സിറ്റർ സെമിനാർ ഹാളിൽ വെച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് AJ റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഏകോപന സമിതിക്ക് സാംസ്കാരിക സംഘടന മാത്രമല്ല കലാകായിക വിഭാഗം കൂടി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് എനിക്കത് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ ഒരു സംഗതി തുടങ്ങുമ്പോൾ അതിന്റെ തുടക്കം നമ്മൾ പറയാറുണ്ട്, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തില് മക്കൾക്ക് അവാർഡ് കൊടുത്തുകൊണ്ട് തുടങ്ങുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് വെൽ ബിഗൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ ട്രേഡേഴ്സ് കൾച്ചറൽ ഫോറത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി പോകുമെന്ന കാര്യത്തിൽ അതിലും സംശയം വേണ്ട എന്നെനിക്ക് ഉറപ്പുണ്ട്. ഓരോ ഇരിക്കുന്ന മാതാപിതാക്കളും വ്യാപാരി കുടുംബങ്ങളിലെ മക്കൾക്ക് അവാർഡ് മേടിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, നമുക്ക് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ സംഭാവനയൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലാത്ത ആളുകളാണ്. എന്ന് വെച്ചാൽ പഠിപ്പിക്കണില്ലെന്നല്ല, നമ്മൾ മാർച്ച് മാസത്തിൽ ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ പകുതി കസേര അവിടെ ഒഴിവുണ്ടാവും. ചോദിക്കുമ്പോൾ പറയും, മാഡത്തിന്റെ മോൾ SSLCക്ക് പഠിക്കുകയാണ്, സാറിന്റെ മോൻ SSLCക്ക് പഠിക്കുകയാണ്, അതുകൊണ്ട് ലീവ് എടുത്തിരുന്ന് പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ? നമ്മളൊരു വിദ്യാഭ്യാസ അവാർഡിന് ക്ഷണിക്കുമ്പോൾ A+കാരെ മാത്രം ക്ഷണിക്കും. അപ്പൊ എന്നോട് ചോദിച്ചാൽ അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. A+കാർക്ക് മാത്രമാണ് അവാർഡ് കൊടുക്കണമെങ്കിൽ കൊടുക്കണവരും A+ മേടിച്ചവരായിരിക്കണം എന്ന് എന്റെ പക്ഷം. എന്താ നിങ്ങളുടെ അഭിപ്രായം? ചടങ്ങിൽ വ്യാപാരികളുടെ മക്കൾക്കായുള്ള വിദ്യാഭ്യാസ പുരസ്കാരവും വിതരണം ചെയ്തു. സെക്കൻഡറി, ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 71 വിദ്യാർത്ഥികളെയാണ് പുരസ്കാരം നൽകി ആദരിച്ചത്. കൾച്ചറൽ ഫോറം ചെയർമാൻ KK മായിൻകുട്ടി, ജനറൽ കൺവീനർ ഷഫീഖ് ആത്രപ്പള്ളി, ഫൈനാൻസ് കൺവീനർ CH അബ്ദുൽ അസീസ്, കൾച്ചറൽ ഫോറം കോർഡിനേറ്റർമാരായ NM കബീർ, മംഗൾ കാർത്തികേയൻ, CK നവാസ്, രാധാകൃഷ്ണൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റുമാരായ അബ്ദുൽ അസീസ് ഇടപ്പള്ളി ടോൾ, ജമാൽ നീറുങ്കൽ സൗത്ത് കളമശ്ശേരി, ലിബി ദേവസി മഞ്ഞുമൽ, പ്രകാശൻ മുപ്പത്തടം, ഫൈസൽ തോട്ടക്കാട്ടുകര, റഫീഖ് കുഞ്ഞിക്കര എന്നിവർ സംസാരിച്ചു. വിവിധ യൂണിറ്റ് ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും വനിതാ യൂത്ത് വിംഗ് പ്രവർത്തകരും പങ്കെടുത്തു. രംഗപൂജയോടെ ആരംഭിച്ച് കോൽക്കളി, ഡാൻസ്, പാട്ട് തുടങ്ങിയ കലാപരിപാടികൾ അവതരിപ്പിച്ച് വനിതാ യൂത്ത് വിംഗ് പ്രവർത്തകർ കൾച്ചറൽ ഫോറം ഉദ്ഘാടന വേദി അവിസ്മരണീയമാക്കി. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.